പെർഫെക്ഷനോടുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ശരീരത്തെക്കാട്ടിൽ കൂടുതൽ മനസ്സിനെയാണ് തോൽപ്പിക്കുന്നത്. നിന്നെ കയ്യെന്ന് വിറയ്ക്കുന്നേ? കുഴപ്പമൊന്നുമില്ല, അത് പ്രശ്നമില്ല. വർക്കൗട്ട് കുറച്ച് കൂടിപ്പോയി, അത് കാര്യമാക്കണ്ട. നീ ചെല്ല്. സ്റ്റേജിൽ കയറി ഹീമാനാവുമല്ലോ, വീട്ടില് മൈമാനാവാൻ എന്തിനിത്ര നാണം? ഐ മിസ് യു. മിസ് യു ടു. ഇതെന്തൊരു ചൂടാ ഇവിടെ. താര, നിനക്കെന്താ വേണ്ടതെന്ന് എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇന്ന് വേണ്ട, പ്ലീസ്. വിരാട്, നീ ആദ്യമൊക്കെ എന്തൊരു വൈൽഡായിരുന്നു, പാഷനേറ്റ് ആൻഡ് എൻഗേജിങ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ നിർബന്ധിച്ച് ചെയ്യുന്നത് പോലെയാ. അത് 6 മാസം കഴിഞ്ഞ് എനിക്ക് നാഷണലിസ്റ്റ് ഉണ്ട്, എനിക്കതിന് പ്രിപ്പയർ ചെയ്യണം. നീ പിന്നെ സ്റ്റിറോയിഡ്സ് എടുക്കാൻ തുടങ്ങിയോ? താര, ഡോണ്ട് ക്രോസ് യുവർ ലിമിറ്റ്സ്, പ്ലീസ്. ഫൈൻ. ഹായ്, ഐ ആം ഡാനിയ. വിരാട് റൈറ്റ്? തൻ്റെ വർക്കൗട്ടിനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ചൊന്ന് ഫോം ശരിയാക്കാനുണ്ട്. എന്റെ ഫോമിനിപ്പോ എന്താ പ്രശ്നം? പ്രശ്നം ഉണ്ടായിട്ടല്ല, എക്സ്ട്രാ പെർഫെക്ഷൻ. അത് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ലെഗ്സിലും കുറച്ച് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ എന്നെ പേഴ്സണലി ട്രെയിൻ ചെയ്യാൻ പോകണം? ആ, നിനക്ക് ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ട്രെയിനിങ് തരാം. പക്ഷെ അതിനു വേണ്ടി നീ എന്നെ ചിലപ്പോൾ ഹയർ ചെയ്യേണ്ടി വരും. Okay then, you are hired. എങ്കിൽ പിന്നെ നാളെ മുതൽ നമ്മുടെ പ്രാക്ടീസ് സ്റ്റാർട്ട്. ഓക്കെ ദെൻ, ബൈ, സീ യു. നിന്റെ മസിൽസിന് വേണ്ടത് കുറച്ചുകൂടെ പ്രോട്ടീനാ. നിനക്ക് വേണ്ടത്
ഞാനും. ലെറ്റ്സ് ബേൺ സം കാലറീസ് ടുഗദർ. ഇപ്പൊ എന്റെ ഫോം ഒട്ടും ശരിയല്ലാതിരിക്കുക. നിന്റെ ഫോമൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഐ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അത് വർക്കൗട്ടിനെ പറ്റി ചോദിച്ചായിരുന്നു. വല്ലപ്പോഴൊക്കെ എന്റെ കൂടെയും വർക്കൗട്ട് ചെയ്യ. ക്ഷീണിച്ചു പോവും. ഇറ്റ് വിൽ ബി മൈ പ്ലഷർ. നിന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ കാമദേവനാവേണ്ടി വരും. നീ പഴയ വിരാടായ മതി. എന്തു പറ്റി വിരാട്? എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല, ചെറിയൊരു ക്ഷീണം തോന്നി. നിനക്ക് തോന്നുന്നുണ്ടോ നാളത്തെ കോമ്പറ്റീഷനിൽ എനിക്ക് ജയിക്കാൻ പറ്റുന്നു? ഈ കോമ്പറ്റീഷനിൽ നീ ഒരിക്കലും തോക്കാൻ പോകുന്നില്ല. എങ്കിൽ ഇത് പറ, ഇന്നലത്തെ വർക്കൗട്ടിൽ എനിക്ക് നിന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയോ? നീ എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ മാത്രമല്ല ചെയ്തത്, എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു. That you are the man I never want to lose you. നീ കുറച്ചു നേരം റിലാക്സ് ചെയ്തോ, പിന്നെ ബാക്കിയുള്ളത് ഞാൻ കെയർ ചെയ്തോളാം. നിന്റെ ഫോണിൽ തന്നെ താനിയ, ഇതൊക്കെ ആരെങ്കിലും കണ്ട വലിയ പ്രശ്നമാവേ. ഇതിപ്പോ നിന്റെ വാൾപേപ്പറാ. ഇതാരെങ്കിലും കണ്ടാലും കണ്ടില്ലെങ്കിലും നീ ഇത് കണ്ടു കഴിഞ്ഞാ നിന്റെ കോൺഫിഡൻസ് ലെവൽ ശരിക്കും കൂടത്തേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നീ സ്ഥിരമായിട്ട് എന്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുകയാണ് എന്റെ മോളെ. ഇന്നത്തെ വർക്കൗട്ടിന് ശേഷം നിന്റെ കണ്ണിൽ ഞാനൊരു സ്പാർക്ക് കണ്ടിരുന്നു. ആ സ്പാർക്കിനെ ഇങ്ങനെ ഇടയ്ക്ക് ഉണർത്തി കൊടുക്കേണ്ടി വരും. ഐ വോണ്ട് ഓൾ ഓഫ് യു.
അതെൻ്റെ പേഴ്സണൽ ട്രെയിനറായിരുന്നു. വർക്കൗട്ടിനെ പറ്റിയൊക്കെ പറയായിരുന്നു. നിന്റെ പേഴ്സണൽ ട്രെയിനർ നിന്റെ മേലെടുക്കുന്ന ഇൻട്രസ്റ്റ് ഇത്തിരി കൂടുതലല്ലേ? ആ, ഷീ ഈസ് വെരി സപ്പോർട്ടിംഗ് പേഴ്സൺ. ശരി, നീ കാപ്പി കുടിക്ക്, ഞാൻ ഉറങ്ങാൻ പോവാ. ഗുഡ് മോർണിംഗ്. എന്നാ നമുക്ക് തുടങ്ങിയാലോ? ഷുവർ. സ്റ്റെബിലിറ്റി ഇവിടുന്നാണ് വരുന്നത്. ലെറ്റ് മീ ഷോ യു. വർക്കൗട്ട് മാത്രമേ ഉള്ളൂ? ഇന്നിനി ഒരു പ്രൈവറ്റ് സെക്ഷനും കൂടെ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. വിരാട്, നമ്മൾ തമ്മിൽ എല്ലാം ഓക്കെ അല്ലേ? പിന്നെ എന്തിനാ എന്റെ അടുത്ത് നകന്നു പോകുന്നേ? നിനക്കിപ്പോ ഈ ഫോൺ, ട്രെയിനർ, ജിം, പ്രാക്ടീസ്, നിനക്കിപ്പോ ഇതിന് മാത്രം ശ്രദ്ധയുള്ളൂ വിരാട്. ഞാനിപ്പോ ഇതിലേക്കാ ഫോക്കസ് ചെയ്യേണ്ടത്. എന്നെ ഫോക്കസ് ചെയ്യാൻ വിട്. നിനക്കിതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവില്ലല്ലേ? 8 വർഷമായിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുക. വേറെ ആരാ മനസ്സിലാക്കണ്ടേ? നിന്റെ ആ ട്രെയിനറോ? താര, ഐ എം സോറി മോളെ. അത് ഞാൻ പ്രഷർ കയറിയിട്ട്. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്തു പറ്റി വിരാട്? നിനക്ക് എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ? നീ ഇത് എന്തേ ആലോചിക്കുന്നേ? താര, അവളൊപ്പം നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര വീക്കായ പോലെ എനിക്ക് തോന്നുന്നേ. ഞാൻ കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്യണം. എൻ്റെ ഒപ്പം ഉള്ളപ്പോഴോ? കോൺഫിഡൻസ്. നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ലോകം മൊത്തം കീഴടക്കാൻ പറ്റും എനിക്ക്. പക്ഷെ താര എൻ്റെ ഭാര്യയല്ലേ, അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടം. ആ ഇഷ്ടം കൊണ്ട് നിനക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ നീ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക വേണ്ടത്. പക്ഷെ അവളെൻ്റെ വൈഫല്ലേ, അവളോട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവൾ തന്നെയാണ് നിന്റെ വീക്ക്നെസ്സും. ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഈ പുതിയ വാച്ചിന് വേണ്ടി നിനക്ക് കുറച്ച് കലോറീസും കൂടെ ബേൺ ചെയ്യേണ്ടി വരും.
വിരാട്, നീ ഇപ്പൊ കുറച്ചധികം അഡിക്റ്റ് ആണെന്ന് നിനക്കിപ്പോ തോന്നുന്നില്ലേ? ഈ സപ്ലിമെന്റ്സ്, മെഡിക്കേഷൻസ് നിനക്ക് പ്രശ്നമായിക്കൊണ്ടിരിക്കുക. മൈൻഡ് യുവർ ഓൺ ബിസിനസ് താര. നിന്റെ ഹെൽത്ത് എന്റെ ബിസിനസ് ആണ്. എനിക്ക് നിന്നെ ഈ അവസ്ഥയിൽ കാണാൻ പറ്റില്ല. നീ കാരണം ഞാൻ ഭയങ്കര വീക്ക് ആവുന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നത്. നീ ഇങ്ങനെ എന്നെ നോക്കുമ്പോ എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ ഭയങ്കര വീക്ക് ആണെന്നുള്ള തോന്നലാ കൂടുന്നത്. ഞാൻ നിന്റെ സ്ട്രെങ്ത് ആണെന്നല്ലേ നീ നേരത്തെ പറഞ്ഞേ? എന്നിട്ട് ഇപ്പൊ ഞാൻ നിന്റെ വീക്ക്നെസ് ആണെന്നോ? ഇത് പറയുന്നത് നീയാണോ അതോ നിന്റെ ട്രെയിനറാണോ? അവളുടെ അടുത്തുനിന്ന് നിനക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഞാൻ വരുന്നില്ല. വിരാട്, നീ ഒരു കാര്യം ഓർത്തോ, നിന്റെ ഒപ്പം ഞാൻ എപ്പോഴും ഉണ്ടാവും. എന്തു പറ്റി വിരാട്? നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന? ഒന്നുമില്ല, എനിക്ക് സപ്ലിമെന്റ് വേണം. 2 ദിവസമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. പക്ഷേ ഹലോ, എന്തു പറ്റി? കിട്ടിയോ? സോറി സാർ, 4 ദിവസം കൂടെ എടുക്കും. 4 ദിവസം കൂടി എടുക്കുന്നോ? ഈ നാട്ടിൽ ആരുടെ അടുത്തും കിട്ടില്ല എന്നാണോ പറയുന്നത്? എനിക്ക് ഇന്ന് തന്നെ അത് വേണം. പെട്ടെന്ന് അറേഞ്ച് ചെയ്യ്. അതെ വിരാട് സാറേ, ഞങ്ങളോട് ഒച്ചെടുത്തിട്ട് ഒരു കാര്യമില്ല. സാറിന് അത്രയ്ക്ക് അർജന്റ് ആണെങ്കിൽ വേറെ എവിടെന്നെങ്കിലും മേടിച്ചോ. കട്ട് ചെയ്ത് കളഞ്ഞു. വിരാട്, നിനക്കിപ്പോൾ ആ സപ്ലിമെന്റ്സിനേക്കാളും ആവശ്യം സ്നേഹം മാത്രമാ. ട്രസ്റ്റ് മീ, ഞാൻ എന്തായാലും നിന്നെ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല. താനിയ, എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോവാ. എനിക്ക് ഇപ്പോ ഞാൻ ഭയങ്കര വീക്കാണെന്നാ തോന്നുന്നത്. അങ്ങനൊന്നും ഇല്ല, നീ വീക്കാണെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. നിനക്ക് ഇപ്പൊ ഒരു കറക്റ്റ് ഡയറക്ഷൻ കിട്ടിയാൽ മതി. അതെനിക്ക് തരാൻ പറ്റും. ഇതൊക്കെ എന്തിനാ എടുക്കുന്നേ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കണ്ടെന്ന്? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കുക, നിന്നെ ശരിയും തെറ്റും പറഞ്ഞു മനസ്സിലാക്കുക. ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. നിന്റെ വിചാരം? നീ ആരാന്നാ നിന്റെ വിചാരം? ഞാൻ നിന്റെ ഭാര്യ. അതിങ്ങോട്ട് താടി. വിരാട്, മതിയൊക്കെ. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കല്ലേന്ന്? നീ എന്താ അത് മനസ്സിലാക്കാത്തെ? ഇപ്പൊ കണ്ടില്ലേ, വെറുതെ. താര, 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 ഐ എം റിയലി സോറി താര. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല താര. പ്ലീസ് എഴുന്നേൽക്ക് താര. എന്നെ പിന്നെയും ദേഷ്യം പിടിപ്പിക്കല്ലേ താര. താര, 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 നീ എന്നെ ഇട്ടേച്ച് പോകരുത് താര. ഞാൻ അറിയാതെ ചെയ്തു പോയതാ താര. താര, കണ്ണ് തുറക്ക്. നീ നീ എന്ത് ശിക്ഷ തന്നാലും ഞാൻ അതെല്ലാം അനുഭവിച്ചോളാം താര. പ്ലീസ് എഴുന്നേൽക്ക് താര. ഹായ് ബേബി, എന്തു പറ്റി? ഇന്നെന്താ എന്നെ ഇത്ര നേരത്തെ വിളിച്ചത്? താനിയ, എനിക്ക് ഒരു അബദ്ധം പറ്റി താനിയ. എന്തു പറ്റി? ഞാനും ആരെയും കൂടെ ഒന്ന് വഴക്കുകൂടി. അതിനിപ്പോ എന്താ പ്രശ്നം? എനിക്ക് ദേഷ്യം വന്നപ്പോ അറിയാതെ ഞാൻ അവളെ അടിച്ചുപോയി. ഇടയ്ക്ക് നിന്റെ ഇൻസെക്യൂരിറ്റീസ് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാ. She is dead. ഞാൻ താരയെ കൊന്നുകളഞ്ഞു. എന്താന്ന്? നിനക്ക്
നിനക്ക് ഭ്രാന്തായോ? നീ അവളെ കൊന്നോ? യെസ്, ഐ കിൽഡ് ഹർ. അതുകൊണ്ട് ഞാനിപ്പോ നിനക്ക് ഫോൺ ചെയ്തു താനിയ. നീ ഉണ്ടല്ലോ, ഇനി മേലെ എന്റെ ഫോണിലേക്ക് വിളിച്ചു പോരുത്. വെച്ചിട്ട് പോ. താനിയ, ഏത് സിറ്റുവേഷനിൽ എന്റെ കൂടെ ഉണ്ടാവുന്ന നീ തന്നെയല്ലേ പറഞ്ഞത് താനിയ? ഈ ഒരു സിറ്റുവേഷനിൽ നീ എന്നെ വിട്ടേച്ച് പോവല്ലേ താനിയ? അത് ഞാൻ പറഞ്ഞു, പക്ഷെ നിന്റെ ഭാര്യയെ കൊല്ലാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഒരിക്കലും നീ എന്നെ വിളിച്ചു പോയേക്കരുത്. താനിയ, താനിയ. താര, 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 താര. താര, എന്നോട് ക്ഷമിക്ക് താര. നീ പറഞ്ഞൊക്കെ ശരി, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. എന്നെ ശിക്ഷിക്ക് താര, എന്നെ ശിക്ഷിക്ക്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. പലപ്പോഴും നമ്മുടെ ശക്തിയാണെന്ന് നമ്മൾ വിചാരിക്കുന്ന പലരും നമ്മളെ നശിപ്പിക്കുകയുള്ളൂ.